എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. തീവ്ര മുസ്ലിം പ്രീണനം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. എന്താണ് അതിന് ആസ്പദമായ കാരണമെന്ന് ചോദിച്ചാൽ, കർണാടക സംസ്ഥാനത്ത് ബാംഗ്ലൂരിൽ മുസ്ലിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശം, ഏതാണ്ട് 400 മുസ്ലിം കുടുംബങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് 15 ഏക്കർ ഭൂമി, 400 മുസ്ലിം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു. ഏതാണ്ട് 3000-ലധികം പേരവിടെ താമസിക്കുന്നു. ഈ പ്രദേശം ശരിക്കും പറഞ്ഞാൽ ഈ വേസ്റ്റ് കൊണ്ടിടാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെ വേസ്റ്റ് കൂമ്പാരങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ ആ പ്രദേശം കൈയടക്കി. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ പ്രദേശം കണ്ടാൽ, അല്ലെങ്കിൽ സർക്കാർ ഭൂമി കണ്ടാൽ, അത് പൊതുവെ എൻക്രോച്ച് ചെയ്യുന്ന ചില ആളുകളുണ്ട്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒഴിഞ്ഞ ഭൂമി അത് സർക്കാർ ഭൂമിയാണ്. അത് വേസ്റ്റ് കൊണ്ടിടാനായിട്ട് വെച്ചിട്ടുള്ളൊരു ഭൂമിയാണ്. 15 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലം ഏതാണ്ട് 400-ലധികം മുസ്ലിം കുടുംബങ്ങൾ, ഏതാണ്ട് 3000-ഓളം പേർ ചില നാളുകൾക്ക് മുമ്പ് അനധികൃതമായി അതിൻ്റെ അകത്ത് കുടിയേറി പാർത്തു. ഇവരോട് ഒഴിഞ്ഞു പോകാൻ പല പ്രാവശ്യവും ഗവൺമെൻറ് നോട്ടീസ് നൽകിയിട്ടും ഇവർ ഒഴിഞ്ഞു പോയില്ല. അവർ പല കാരണങ്ങൾ പറഞ്ഞ് അവിടെ പിടിച്ചു നിന്നു. എന്നാൽ ഈ വേസ്റ്റ് അവിടെ കൊണ്ട് ഇടുകയും ഇതുമായി ബന്ധപ്പെട്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഇത് സർക്കാർ ഭൂമിയാണ്. അപ്പോൾ സർക്കാർ ഭൂമിയെ എൻക്രോച്ച് ചെയ്ത് അതിൽ താമസിക്കുകയാണ് ഈ മുസ്ലിം സമൂഹം. അപ്പോൾ പല പ്രാവശ്യം ഇവർക്ക് ഇവിടുന്ന് മാറാനായിട്ടുള്ള നോട്ടീസുകൾ നൽകിയെങ്കിലും അവർ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് തന്നെ ഒരു ആക്ഷൻ എടുത്ത് ആ പ്രദേശത്തെ ആളുകളെ ഒഴിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളും മറ്റ് നിർമ്മിതികളെല്ലാം തന്നെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇത് കേരളത്തിലുള്ള ഇടതുപക്ഷം ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഈ കോൺഗ്രസിൻ്റെ ഒരു ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, തീവ്ര മുസ്ലിം പ്രീണനം, മുസ്ലിം സമൂഹത്തെ തങ്ങളുടെ കൂട്ടത്തിൽ നിർത്താം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ് അതിനെ കാര്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അത് മറ്റ് ചില പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ വിട്ടിട്ടുണ്ട്. കോൺഗ്രസ്സിന് നേരെ ലഭിച്ച ഒരു ആയുധമായി കണ്ടുകൊണ്ട് മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വിടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ സത്യസന്ധമായ കാര്യമെന്ന് പറഞ്ഞാൽ, ഈ 15 ഏക്കർ ഭൂമി ഇത് സർക്കാർ ഭൂമി. ഇവർ അനധികൃതമായി കയ്യേറി ഇതിൽ കുടില് കെട്ടി താമസിക്കുകയായിരുന്നു. അത് ഒഴിപ്പിച്ചെടുക്കുവാൻ കർണാടക ഗവൺമെൻറ് നിർബന്ധിതരായി. കാരണം അത് സർക്കാർ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ അവിടെ ഒഴിപ്പിച്ചെടുത്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലൊരു വലിയ വാക്പോര് നടക്കുകയാണ്. അപ്പോൾ എന്താണ്, പിണറായി വിജയൻ സഖാവ്, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് മുസ്ലിം സമൂഹത്തോട് ഉള്ള ഒരു അതിക്രമവും, കോൺഗ്രസ് വളരെ പ്ലാൻ ചെയ്ത് മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള ഒരു അതിക്രമവും, അല്ലെങ്കിൽ അവരുടെ മേലുള്ളൊരു കടന്നുകയറ്റമാണ്, അവരെ ഒഴിപ്പിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ മറ്റു പല ആളുകളും, പ്രത്യേകിച്ച് AA റഹീം പോലെയുള്ള ആളുകൾ, ഇത് UP മോഡൽ ഒരു ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞാൽ ബുൾഡോസർ സർക്കാർ വന്നിരിക്കുന്നു, ഇങ്ങനെ ഈ ബുൾഡോസർ കൊണ്ട് മുസ്ലിം സമൂഹത്തെ ഓടിക്കാൻ ഇതെന്താ UP ആണോ എന്നോ ചോദിച്ചുകൊണ്ട് അദ്ദേഹവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതുപോലെ മറ്റ് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും പലരും ചേർന്ന് ഒരു മുസ്ലിം പ്രീണനത്തിന് ശ്രമിച്ചു. അപ്പോൾ ഈ 400 കുടുംബങ്ങൾ ഇവർ വഴിയാധാരമായി. ഇത് മുസ്ലിങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത് രംഗത്ത് കൊണ്ടുവന്നാൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു വലിയ വോട്ട് ലഭിക്കും, അല്ലെങ്കിൽ അവർ ഒരു പ്രീണനം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ പ്രസ്താവനകളുമായി ഇറങ്ങി. എന്നാൽ വാസ്തവത്തിൽ ഇവർ
എൻക്രോച്ച് ചെയ്ത ഭൂമിയാണ്, അല്ലെങ്കിൽ അനധികൃതമായ കുടിയേറ്റമാണ് എന്നുള്ളത് പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, പിണറായി കാര്യങ്ങൾ പഠിക്കാതെയാണ് സംസാരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ കർണാടക സർക്കാർ ചെയ്ത ഇത്തരം വിഷയങ്ങളിൽ കേരള മുഖ്യമന്ത്രി ഇടപെട്ട് ഇത് വഷളാക്കിയത് ശരിയായില്ല. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് മാത്രമേ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാവുള്ളൂ എന്ന് വളരെ കൃത്യവും വളരെ വ്യക്തവുമായി DK ശിവകുമാർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കേരളവും കർണാടകവും തമ്മിൽ ഒരു വലിയ വാക്പോരിലേക്ക് ഇത് കടക്കുകയാണ്. അതിൻ്റെ കാരണം തീവ്ര മുസ്ലിം പ്രീണനമാണ്. എന്നാൽ ഈ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഇടതുപക്ഷം ചില നാളുകൾക്ക് മുമ്പ് പല പരിപാടി ആസൂത്രണം ചെയ്തു. അതിലൊരു പരിപാടിയാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് പാലസ്തീൻ അനുകൂല റാലിയും പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളും പാലസ്തീൻ്റെ പതാകയുമായി ഈ കേരളത്തിലുടനീളമുള്ള സഞ്ചാരവും. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റു പല പ്രീണനങ്ങളും നടത്തി. ഈ പ്രീണനങ്ങളൊന്നും ഏശിയില്ല എന്ന് മാത്രമല്ല, പാലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് അവകാശപ്പെട്ട ഈ ഇടതുപക്ഷത്തെ അവർ തന്നെ തേച്ചൊട്ടിച്ചു. ഈ തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ടു, എല്ലാം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ വോട്ട് ഷെയർ കുറഞ്ഞു, സീറ്റുകൾ കുറഞ്ഞു, അമ്പേ പരാജയപ്പെട്ടു പോയി. അപ്പോൾ തീവ്ര മുസ്ലിം പ്രീണനം കൊണ്ട് ഇടതുപക്ഷത്തിന് ഒരു പ്രയോജനം കിട്ടിയില്ല. അതോടൊപ്പം തന്നെ മറ്റു പലർക്ക് ചില അവാർഡുകൾ കൊടുത്തു. വേടനെ പോലെയുള്ള ആളുകൾക്ക് അവാർഡുകൾ കൊടുത്തു. എന്നിട്ട് അതിലും യാതൊരു വിധമായ പ്രയോജനവും കിട്ടില്ല, അമ്പേ പരാജയപ്പെട്ടു. ക്രൈസ്തവ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും മാറ്റി നിർത്തി, അവരെ ദൂരത്ത് മാറ്റി നിർത്തി. പക്ഷെ സംഭവിച്ച എന്താ, ഇവിടെ പൊട്ടിപ്പാളീഷായി. അപ്പോൾ എന്തായാലും ഇത് വലിയ ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇത് SDP പോലെയുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ സപ്പോർട്ടുള്ള പാർട്ടികൾ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ ഇത് മുസ്ലിം സമൂഹത്തിന് നേരെ കോൺഗ്രസിൻ്റെ ഒരു അതിക്രമമാണ്, ഒരു കടന്നുകയറ്റമാണ് എന്ന പേരിൽ വലിയ ഒരു പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഈ പ്രശ്നം ഇവിടെ ആളി കത്തുകയാണ്. ഈ പ്രശ്നം ഇത് ആളി കത്തുക തന്നെ ചെയ്യും, ഇത് മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു കാലത്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് തെലങ്കാന മുഖ്യമന്ത്രി. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായി. അപ്പോൾ മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് തന്നെ മുസ്ലിങ്ങളുടെ ഭവനങ്ങളെ ഇടിച്ചു നിരത്തി അവരെ അവിടെ നിന്ന് ഓടിച്ചു, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചു. ഇത് ഒരു വലിയ വിവാദമായിരിക്കുകയാണ്. വാസ്തവം ഇത് അനധികൃത കുടിയേറ്റമായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ ഒഴിപ്പിക്കപ്പെടേണ്ടവരായിരുന്നു, അതുകൊണ്ടാണ് ഒഴിപ്പിച്ചത്. എന്തായാലും ഈ പിണറായി വിജയൻ സഖാവിൻ്റെ ഈ ആവശ്യമില്ലാത്ത സമയത്തുള്ള ഈ പ്രഖ്യാപനം അത് വലിയ ഒരു വിവാദത്തിന് തന്നെ വഴിതെളിച്ചിരിക്കുകയാണ്.